ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. മിനിഞ്ഞാന്ന് ഫുൾ മൂൺ ആയിരുന്നു. ഫുൾ മൂണിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടുള്ളൊരു എനർജി വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. അത് കുറച്ച് ലേറ്റാണ് അപ്ലോഡായി വരാൻ വേണ്ടിയിട്ട്. മേ ബി ഈ വീഡിയോൻ്റെ ശേഷമായിരിക്കാം ആ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിംഗ് ഒരു 2 വീക്സോളം ഉണ്ടാവില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. റിപ്പീറ്റ്ലി അവരുടെ നെയിം കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കറൻറ്റ് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, ഫീലിംഗ്, സിറ്റുവേഷൻ ഓർ തോട്ട്സ്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പോസിറ്റീവ് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ചേഞ്ച് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകാം. മേ ബി അവരുടെ ഒരു മാറ്റം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതായിരിക്കാം ഒരു മേജർ പോയിന്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു മേജർ കാർഡും കൂടിയാണ്. ഇനിയിപ്പം നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പോസിബിലിറ്റി ആണ്. ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ വീണ്ടും ആ സ്നേഹം കാണിച്ചുകൊണ്ടൊക്കെ വരുന്നതായിരിക്കാം. ഒരു കോണ്ടാക്റ്റിൻ്റെ പോസിബിലിറ്റി ആണത്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. എഗെയിൻ നിങ്ങൾക്ക് പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചുവേർഡ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുന്നു. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മെച്ചുവേർഡ് ആകാൻ പോകുന്നു. ഇത്രയും നാളും ഒരു ടൈം പാസ് പോലെ മൂവ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പേഴ്സൺ റീസൺ ആയിരിക്കാം ആ ഒരു ടൈം പാസ് പോലെ പോയിട്ടുണ്ടാവുക. മേ ബി നിങ്ങളായിരിക്കാം സീരിയസ് ആയിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവുക. ആ പേഴ്സൺ സീരിയസ് ആയിട്ട് വന്നിട്ട് പക്ഷേ അതൊരു ടൈം പാസ് പോലെ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പോയതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് മെച്ചുവേർഡ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ചേഞ്ച് തന്നെയാണ്. പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പേഴ്സണ് ഇൻസ്പയർ ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് മേ ബി നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ആ ഒരു വേവ് ലെങ്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ് ആയിരിക്കാം, സപ്പോർട്ടായിരിക്കാം. എന്തൊക്കെയോ അവരെ ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും അവർ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു വേവ് ലെങ്ത്തിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു റിലേഷൻഷിപ്പായിട്ട് അവർക്കിത് ഫീൽ ചെയ്യാണ്, ഇൻസ്പയർ ആയി പോവാണ് നിങ്ങളുടെ സ്നേഹത്തിൽ. ഓക്കെ, നൈറ്റ് ഓഫ് വൺസ് ആണ്. അവർ ഓപ്പൺ ആവാൻ പോവാണ്. അവരുടെ ലവ് അവർ ഓപ്പൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. അവരുടെ മൈൻഡിൽ നിറയെ നിങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ തോട്ട്സിനകത്ത് അല്ലെങ്കിൽ മെമ്മറീസുകൾ ഇങ്ങനെ വരുന്നതായിരിക്കാം. അവരുടെ മൈൻഡിൽ നിറയെ നിങ്ങളാണ്. അത് അവർ ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഇപ്പം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരത് ഓപ്പൺ ആയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം, ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത്. ആ രീതിക്കായിരിക്കും അവരത് എക്സ്പ്രസ് ചെയ്യുക. അതായത് നിങ്ങളടുത്ത് അങ്ങനെ കാണിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, നിങ്ങളോട് അതുപോലെ ഓപ്പൺ ആയിട്ട് സ്നേഹത്തിൽ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇപ്പം അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് വരും, അയ്യോ ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇവർ തന്നെയാണോ ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. 8 ഓഫ് സോർട്സ് ആണ്. ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇരുട്ട് നിറഞ്ഞൊരു ജീവിതമായിരുന്നെങ്കിൽ അതിലൊരു വെളിച്ചം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, വെയിറ്റിംഗ് ആയിരുന്നു. നിങ്ങൾ ഇത്രയും നാളും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് എനർജി കൊടുത്തു, സ്ട്രഗിൾ ചെയ്തു. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ തന്നെ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു വെളിച്ചം വരാൻ പോവാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ചേഞ്ച് മൂലമാണ്, അവരുടെ തോട്ട്സ് മൂലമാണ്, അവർക്കുണ്ടായിട്ടുള്ള മാറ്റം കാരണമാണ്. ആൻഡ് ഫൈനലി 10 ഓഫ് പെൻഡക്കിൾ ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഈ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആകും എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. പെൻഡക്കിൾ എനർജിയാണ്, സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ഒരു പാഠമാണ് നിങ്ങൾക്ക് ഈ ബന്ധം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട് അവർക്ക്. മേ ബി അവർ നിങ്ങളുടെ ഈ ബന്ധം കൊണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, ലെസൺസ് എടുത്തിട്ടുണ്ടാകാം, പലതും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അവരുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ ഈ ബന്ധം മൂലമായിരിക്കാം. മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ അവർക്കായിരിക്കാം ആ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു സ്റ്റഡി ആണ് എന്നുള്ള രീതിയിലാണ്, പഠനമാണ് അല്ലെങ്കിൽ ഒരു പാഠമാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് മൂലമാണ് മേ ബി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തതിൻ്റെ റീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് വാല്യൂ കൊടുക്കുന്നുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ആദ്യം ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ദെൻ ഇപ്പോൾ അവർ മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാകാം. ഈ റീസൺ ഒക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ചേഞ്ച്, മേജർ ചേഞ്ച് വന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. അവരുടെ തോട്ട്സ് ആൻഡ് കറൻറ്റ് എനർജിയാണിത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 4 ഓഫ് പെൻഡക്കിൾ ആണ്. ഈ റിലേഷൻഷിപ്പ് ഒതുങ്ങും, നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി വരും എന്നുള്ള ഒരു മെസ്സേജാണ്. വളരെ പോസിറ്റീവാണ്, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇത് ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആവുക നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു വാല്യൂയും കൊടുക്കാതിരുന്ന പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, നിങ്ങളെ ഇങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് വലിയൊരു സംഭവമാണെന്ന് കാണിച്ചു തന്നിട്ട് ദെൻ ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോയ ആളുകളായിരിക്കാം. ഒരു നോ കോണ്ടാക്ട് പോലെ നിൽക്കുന്ന ആളുകൾ, ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ വന്നു പോകുന്ന ആളുകൾ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുക. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.